+1 സയൻസ് കിട്ടാൻ എനിക്ക് എത്ര A+ വേണം? +2 കൊമേഴ്സ് കിട്ടാനോ ഹ്യൂമാനിറ്റീസ് കിട്ടാൻ A+ വേണോ? ഉണ്ടെങ്കിലും കിട്ടുമോ? ഇപ്പം നിങ്ങളുടെ പലരുടെയും തലയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ചില ചോദ്യങ്ങളാണ്. ഒരുപാട് പല ചാനലുകളിൽ ഒരുപാട് വീഡിയോസ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. +1 സയൻസ് കിട്ടാൻ എത്ര A+ വേണം? കൊമേഴ്സ് കിട്ടാൻ എത്ര A+ വേണം? പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ കൃത്യമായ അതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ A+ന്റെ പുറകിലുള്ള ഈ A+ന്റെ പുറകിലെ ശാസ്ത്രം, അല്ലെങ്കിൽ ശരിക്കും നമുക്ക് +1 അഡ്മിഷൻ കിട്ടാൻ A+ മാത്രം മതിയോ? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൃത്യമായി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കാര്യത്തെ പ്രതീക്ഷിച്ചിരിക്കുക. അമിത പ്രതീക്ഷ എന്നതിലപ്പുറത്ത് കൃത്യമായി ആ ഒരു കാര്യത്തിനെ പറ്റിയുള്ള ധാരണ, ഐഡിയ നമുക്ക് വേണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കാം, നമുക്ക് ഇന്നത്തെ A+ന്റെ കണക്കെടുക്കുക. നമ്മുടെ കേരളത്തിൽ A+ന്റെ കണക്കെടുക്കുകയാണെങ്കിൽ 71,831 ആളുകൾക്ക് ഫുൾ A+. ഇനി നമ്മുടെ ഏറ്റവും കൂടുതൽ A+ ഉള്ളത് മലപ്പുറമാണല്ലോ. മലപ്പുറത്ത് 4,934 കുട്ടികൾക്ക് ഫുൾ A+. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് ഇപ്പോൾ എനിക്ക് സയൻസ് കിട്ടണം. അപ്പോൾ സയൻസ് കിട്ടണം. സയൻസിൽ ഒരു 60 സീറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, കൊമേഴ്സിൽ ഒരു 60 സീറ്റ്, ഹ്യൂമാനിറ്റീസിൽ ഇങ്ങനെയാണ് ഒരു നോർമലി കാണാം. അപ്പോൾ ഒരു സ്കൂളിൽ 120 സീറ്റ് ആയിരിക്കും +1 എന്ത് ചെയ്യുക, ഒരു ബാച്ച് ആണെങ്കിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഇതേപോലെ ചിലപ്പോൾ ഒരു സ്കൂളിന് ഒരു GHSS- സ്കൂൾ, ആ സ്കൂളിന് എല്ലാവർക്കും നല്ല സ്കൂൾ, ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലൊക്കെ അങ്ങനത്തെ 2-3 സ്കൂളുകളുണ്ട്. എല്ലാവർക്കും അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഭയങ്കര ഇഷ്ടം, അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ്. അത്തരത്തിലുള്ളൊരു സ്കൂളിൻ്റെ ഡിമാൻഡ് വരുന്ന സമയത്ത് അവിടെ A+ എന്ന ഫാക്ടറിന് വലിയ പ്രാധാന്യം വരുന്നില്ല, അല്ലെങ്കിൽ വലിയ പ്രാധാന്യം ഇല്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും എനിക്ക് ഫുൾ A+ ഉണ്ട്. ഒരു കുട്ടി, ഒരു മലപ്പുറം ജില്ലയിലെ ഒരു കുട്ടിയാണ്. ആ മലപ്പുറം ജില്ലയിലെ കുട്ടിക്ക് A എന്ന് പറയുന്ന ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം. അവിടെ ഏകദേശം നോക്കും 4,934 കുട്ടികളുണ്ട് ഫുൾ A+ ഉള്ളത്. അവിടെ ആകെ 120 സീറ്റേ ഉള്ളൂ. അപ്പോൾ സയൻസ് ആണ് കിട്ടണമെങ്കിൽ അപ്പോൾ ഇതിൽ 60 കുട്ടികളും ആദ്യം ആ സ്കൂൾ ഓപ്ഷൻ എടുത്തു. ആ 60 കുട്ടികൾക്കും ഫുൾ A+. അപ്പോൾ എങ്ങനെയാണ് ആളുകൾ സെലക്ട് ചെയ്യുക? കുട്ടിയെ എങ്ങനെ സെലക്ട് ചെയ്യുക? ഈ നോക്കുമ്പോൾ അഡ്മിഷൻ അല്ലെങ്കിൽ അവിടേക്ക് റിക്വസ്റ്റ് കൊടുത്ത അപേക്ഷ എല്ലാ കുട്ടികളും A+, ഫുൾ A+കാരാണ്. അപ്പോൾ എങ്ങനെയാണ് ആ സ്കൂളുകൾ ആ ഒരു കുട്ടിയെ എങ്ങനെയാണ് അവിടേക്ക് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എങ്ങനെയാണ് അലോട്ട്മെന്റ് കൊടുക്കുക? അപ്പോൾ നിങ്ങൾ ഈ ഒരു കൺഫ്യൂഷനിലുണ്ടായിരിക്കുക. ഇവിടെ നിങ്ങളെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+ന് അപ്പുറത്തേക്കുള്ള ബോണസ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്താണ് ബോണസ് പോയിന്റ്? ആ ബോണസ് പോയിന്റ് ഏതൊക്കെയെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ആദ്യമായിട്ട് ഇവിടെ ബോണസ് പോയിന്റിലും ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു. ബോണസ് പോയിന്റ് എന്ന് മനസ്സിൽ വിചാരിച്ച് നിൽക്കുന്നതിൽ ചില തിരുത്തലുകൾ ഗവൺമെന്റ് വരുന്നുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ പറയും. ആദ്യമായിട്ട് നോക്കി നിങ്ങൾ ഇപ്പോൾ കൃത്യനിർവഹണത്തിനിടയിൽ മരണമടഞ്ഞ ജവാന്മാരുടെ മക്കൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം 10 പോയിന്റാണ് നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ആയിരിക്കും. അതായത് നിങ്ങളുടെ SLCയുടെ A+ന്റെ കൂടെ 10 ഫുൾ A+ വിചാരിക്കും, അതിൻ്റെ കൂടെ ഈ 10 ബോണസ് പോയിന്റ് മാക്സിമം കിട്ടുള്ളൂ. അതായത് എങ്ങനെയൊക്കെയാണ് ഈ 10 ബോണസ് പോയിന്റ് കിട്ടുക? അതിൽ ഒന്നാമത് 5 മാർക്ക് വരെ കിട്ടാൻ സാധ്യത എന്താണ്? അതായത് നമ്മളെ ജവാന്മാരുണ്ടല്ലോ, അപ്പോൾ ഈ കൃത്യനിർവഹണത്തിന് മരണമടഞ്ഞ ജവാന്മാരുണ്ടായിരിക്കും, അവരുടെ മക്കൾക്ക് എന്തുണ്ട് 5 പോയിന്റ് ബോണസ് പോയിന്റ് ആയിട്ട് കിട്ടും ആ ഒരു കുട്ടികൾക്ക്. അതുപോലെ തന്നെ ജവാന്മാരുടെയും എക്സ് സർവീസുകാരുടെയും ആർമി, നേവി, എയർഫോഴ്സ് മുതലായവർക്ക് മാത്രം മക്കൾക്ക് നിയമപരമായി അവർ ദത്തെടുത്ത മക്കൾക്ക് 3 മാർക്ക്. അതായത് മരണപ്പെട്ട ആളല്ല, ഇപ്പോൾ നേവിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്, അതേപോലെ തന്നെ എയർഫോഴ്സിലും ആർമിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ പാരൻസ് അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് 3 പോയിന്റ് അവിടെ കിട്ടുന്നുണ്ട്. ഇനി അടുത്തതാണ് നമ്മുടെ NCC ആയിക്കോട്ടെ. NCC 70% കൂടാതെ ഹാജർ കേട്ടിട്ടുള്ള ആളുകൾക്കായിരിക്കണം. അതുപോലെ സ്കൗട്ട്, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പുരസ്കാരം, രാജ്യാന്തര പുരസ്കാരം നേടിയ ആളുകൾ, അല്ലെങ്കിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ, അല്ലേ, ഇതിലൊക്കെ എന്തുണ്ട് ഇതിലൊക്കെ പ്രവർത്തിച്ച ആളുകൾക്ക് എന്തുണ്ട് 2 പോയിന്റ് അവിടെ കിട്ടും, ബോണസ് പോയിന്റ് കിട്ടും. അതുപോലെ A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ലിറ്റിൽ കൈറ്റ് അംഗങ്ങൾ, അവർക്ക് എന്തുണ്ട് 1 മാർക്ക് ബോണസ് പോയിന്റ് കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചിലപ്പോൾ നിങ്ങൾ ഇതൊക്കെ എനിക്ക് ഉണ്ടല്ലോ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ പണി പാളിന് ഒരു പുതിയ സാധനം ഉണ്ട്. അതിങ്ങനെയാണ്, എന്താണ്? അതായത് മേൽ പരാമർശിച്ച രീതിയിൽ ബോണസ് പോയിന്റ് അർഹതയുണ്ടെങ്കിലും കണക്കാക്കുമ്പോൾ ഒരു അപേക്ഷകൻ നൽകുന്ന ബോണസ് പോയിന്റ് പരമാവധി 10 നിജപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വിവിധ ഇനങ്ങളുടെ ഒരു അപേക്ഷകൻ 10 അതിലധികമോ ബോണസ് പോയിന്റ് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ബോണസ് പോയിന്റ് 10 നിജപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് പോയിന്റ് ഉണ്ട്, പക്ഷേ എന്തായാലും 10ന് മേലോട്ട് നമുക്ക് പോയിന്റ് കിട്ടൂല. അപ്പോൾ 10 നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, NCC സ്കൗട്ട് ആൻഡ് ഗൈഡൻസ് രാജ്യാന്തര പുരസ്കാരം നേടിയവർ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, അല്ലെങ്കിൽ ലിറ്റിൽ കൈൻസ് നമ്മൾ ഈ പറഞ്ഞ ഇത്രയും സാധനം, അല്ലേ, അതല്ല, ഈ കാര്യങ്ങൾ അവിടെ എന്താ പറഞ്ഞത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്നിവയിൽ ഏതെങ്കിലും ഒരു ഇനത്തിലുള്ള ബോണസ് പോയിന്റ് മാത്രമേ അനുവദിക്കുകയുള്ളൂ. അത് മാത്രമല്ല 10ാം തരത്തിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ള അപേക്ഷകർക്ക് ഈ നമ്മുടെ ഇത്തരത്തിലുള്ള നമ്മുടെ സ്കൗട്ടിന്റെയും NCCയുടെയും ലിറ്റിൽ കൈൻസിന്റെ ഒക്കെ മാർക്ക് ഉപയോഗിച്ച് ഗ്രേസ് മാർക്ക് നമ്മൾ ആഡ് ചെയ്ത് 10ാം ക്ലാസ്സിൽ നമുക്ക് ആ ഒരു ഗ്രേഡ് കൂടി ചേർന്ന മാർക്കാണ് 10ാം ക്ലാസ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നോക്ക് നിങ്ങൾ NCC സ്കൗട്ട് ആൻഡ് രാജ്യാന്തര പുരസ്കാരം നേടിയവർ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, ലിറ്റിൽ കൈറ്റ്സ് A ഗ്രേഡ് ലഭിച്ചിട്ടുള്ളവർ, ഇങ്ങനെയുള്ളവർക്ക് ബോണസ് പോയിന്റ് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. നമ്മൾ ഇതിന്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്ത്, അതായത് ഒരു കുട്ടിക്ക് 1 തവണ മാത്രമേ ബോണസ് പോയിന്റ് എന്ത് ചെയ്യുള്ളൂ, അവർ പരിഗണിക്കുകയുള്ളൂ. 2 തവണ ബോണസ് പോയിന്റ് എന്ത് ചെയ്യില്ല, പരിഗണിക്കുകയില്ല. ഓക്കെ, അപ്പം നിങ്ങളിത് ഇവിടെ നിങ്ങളുടെ SLC ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് നിങ്ങൾ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട.
ഒരു തവണ അത് കിട്ടുള്ളൂ. റെഡി? ഇനി അടുത്ത കാര്യം, ഇനി അപ്പോൾ ഇതാണ് നമ്മളെ ബോണസ് പോയിന്റിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബോണസ് പോയിന്റ് കൂട്ടാം. അതെങ്ങനെയൊക്കെയാണ് ബോണസ് പോയിന്റ് കൂട്ടുക? അതിൽ ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ്, നമ്മൾ പഠിച്ച അതേ സ്കൂളാണ് നിങ്ങൾ അഡ്മിഷൻ കൊടുക്കുന്നെങ്കിൽ, അപ്പോൾ ഞാൻ പഠിച്ചത് 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ ഹയർ സെക്കൻഡറി ഉണ്ട്, അതേ സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 2 പോയിന്റ് നിങ്ങളുടെ കൂടെ കിട്ടും, 2 ബോണസ് പോയിന്റ് കിട്ടും. ഇനി രണ്ടാമതോ, ഇനി അതേ ഗ്രാമപഞ്ചായത്താണ്, അതേ മുനിസിപ്പൽ, അതേ നിങ്ങളെ പഞ്ചായത്തിൽ അതേ സ്കൂളാണ്, നിങ്ങളുടെ ചുറ്റുപാടുള്ള നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ സ്കൂളിലാണ് നിങ്ങൾ കൂടുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 പോയിന്റ് അവിടെ നിങ്ങൾക്ക് കിട്ടും. ഇനി അതേ താലൂക്കിലാണെങ്കിൽ എന്ത് ബോണസ് പോയിന്റ് കിട്ടും? 1 പോയിന്റ് അവിടെ കിട്ടും അല്ലെ? അപ്പൊ ഈ പറയപ്പെടുന്ന ഈ ബോണസ് പോയിന്റ് നിർബന്ധമായും എല്ലാ കുട്ടികൾക്കും കിട്ടാൻ സാധ്യതയുള്ളതാണ് അല്ലെ? ഇനി അതുപോലെ ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളില്ലാതെ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾ അതേ താലൂക്കിലെ മറ്റു സ്കൂളിൽ നൽകുന്ന ഗ്രേഡ് പോയിന്റ് 2, അതായത് ഈ ഒരു 5 പോയിന്റ് എന്തായാലും നിങ്ങൾ കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ തൊട്ടടുത്ത താലൂക്കാണെങ്കിൽ ആ കുട്ടിക്ക് ഈ പോയിന്റ് കിട്ടും. അപ്പോൾ ഈ 5 പോയിന്റ് എല്ലാവരും കിട്ടുന്ന കാര്യമാണ്. പിന്നെ കേരള സംസ്ഥാന ബോർഡ് നടത്തുന്ന പൊതുപരീക്ഷയിൽ SSLC സിലബസ് യോഗ്യത നേടിയവർ 2, അതായത് 3 പോയിന്റ്. അതായത് നിങ്ങൾ CBSE അല്ല, നിങ്ങൾ SSLC പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു 3 പോയിന്റ് എക്സ്ട്രാ. അപ്പോൾ CBSEക്കാർ 3 പോയിന്റ് കുറഞ്ഞു. അപ്പോൾ ആ ഒരു ബോണസ് പോയിന്റും SSLC പഠിച്ച കേരള സിലബസ് പഠിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പറയപ്പെടുന്നത് മിക്കവാറും ഈ 3 പോയിന്റ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. 3ഉം 2ഉം 2ഉം 5 അല്ലേ? 3ഉം 5 എത്ര? ഏകദേശം 3ഉം 5 = 8 അല്ലേ? 8 മിക്കവാറും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ബോണസ് പോയിന്റ് അല്ലെ? ഈ പറയപ്പെടുന്ന ഇത്രയും ബോണസ് പോയിന്റ്. ഇനി ഈ 2 ബോണസ് പോയിന്റ്, ഇപ്പൊ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള 2 ബോണസ് പോയിന്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ 10 ബോണസ് പോയിന്റ് ആയി. അപ്പൊ ഈ ബോണസ് പോയിന്റ് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ പറഞ്ഞ ഫുൾ A+ന്റെ കൂടെ ഈ ബോണസ് പോയിന്റും കൂടിയും വരുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ സ്കൂളിൽ നിങ്ങൾക്ക് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ അതിന് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ എൻ്റെ കയ്യിൽ 10 A+ ഉണ്ടല്ലോ, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിന് കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ലഭിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാം ഫസ്റ്റ് അലോട്ട്മെന്റ് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അപ്പോൾ എനിക്ക് അവിടെ എന്തായാലും കിട്ടും, കാരണം അവിടെ ഫുൾ A+ കുട്ടികൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇത്രയും ഫുൾ A+ കുട്ടികൾ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എവിടെ ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ +1 അലോട്ട്മെന്റ് കൊടുക്കുന്നത് ശ്രദ്ധിക്കാറുണ്ട്. ഇത് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യും, ഇതുമായി ബന്ധപ്പെട്ട ഇതെങ്ങനെ നമുക്ക് അപേക്ഷിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് ഒക്കെ കൃത്യമായി ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ എല്ലാവരും എന്ത് ചെയ്യും, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് നിർബന്ധമായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, കാരണം പല കുട്ടികൾക്കും അറിയില്ല. അറിയാത്തവരിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ടെൻഷൻസ് അല്ല, നിങ്ങളുടെ കൺഫ്യൂഷൻസും നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ താഴെ കമന്റ് ചെയ്യുക, അതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും. സോ മക്കളെ, അടുത്തൊരു വീഡിയോ കാണാതെ ബൈ, താങ്ക് യു.